ഡിഡ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണ്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധി കൊടുത്തിരിക്കുക. ഡിഡ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം 390 ഉയർന്നു. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി തത്സമയം ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ മനീഷ്. ഗുഡ് മോർണിംഗ്. ചെന്നൈയിലെ മഹാലിംഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ ഉണ്ടായിരുന്ന അത്ര വലിയ അർത്ഥത്തിലില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഇന്നലെ മൈലാപ്പൂരും അതുപോലെ തന്നെ വള്ളൂർക്കോട്ടം പോലുള്ള മേഖലകളിലൊക്കെ പോയിരുന്നു. അവിടെയൊക്കെ കാര്യമായ അർത്ഥത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആ ഇടങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലമാണ്, മഹാലിംഗപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ രീതിയിൽ പലയിടങ്ങളിലും ഉള്ളോട്ടുള്ള റോഡുകളിലൊക്കെ വെള്ളക്കെട്ട് തുടരുന്ന ഒരു നിലയുണ്ട് ചെന്നൈയിൽ. അലേർട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായതിനു ശേഷം, അതായത് ഏകദേശം ഒരു 12 മണിക്കൂറുകൾ കൊണ്ട് അത് ന്യൂനമർദ്ദമായി മാറുമെന്നുള്ളതായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും അത് സമാനമായ രീതിയിൽ തീവ്ര ന്യൂനമർദ്ദമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പുലർച്ചെ 3:30 മണിക്കാണ് ഒരു അലേർട്ട് വന്നത്. ആ അലേർട്ടിൽ പറയുന്നത്, അതായത് നിലവിൽ സമാനമായ രീതിയിൽ തന്നെ തുടരുന്നു, തീവ്ര ന്യൂനമർദ്ദമായി തന്നെ തുടരുന്നു. അത് 12 മണിക്കൂറിനകം ന്യൂനമർദ്ദമായി മാറും. അപ്പോൾ അതുവരെയും ആ സമയം വരെയും എന്തായാലും മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 8:30 മണി വരെയുള്ള ഒരു അലേർട്ട് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ 8:30 മണി വരെയുള്ള അലേർട്ടിൽ പറയുന്നത് ചെന്നൈയിലും തിരുവള്ളൂർ ജില്ലയിലും ഓറഞ്ച് അലേർട്ട് പറയുന്നു. അതുപോലെ ചെങ്കൽപ്പെട്ടിലും കാഞ്ചീപുരത്തും യെല്ലോ അലേർട്ടും പറയുന്നു. അപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ 8:30 മണി വരെ അവിടെ ഈ പറഞ്ഞ രീതിയിൽ 4 യെല്ലോ അലേർട്ടാണ് ഇന്ന് ആകെ ഈ 4 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ 8:30 മണി വരെ ചെന്നൈയിലും തിരുവള്ളൂരും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും 12 മണിക്കൂറോളം കഴിയണം എന്നുള്ളതാണ് ഈ ന്യൂനമർദ്ദത്തിലേക്ക് മാറാൻ, അതായത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ ഇനിയും 12 മണിക്കൂറോളം കഴിയണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അപ്പോൾ അതുവരെ എന്തായാലും മഴയുണ്ടാകും. ആ മഴ ഈ സമാനമായ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ശക്തമായ മഴ, ഇടവിട്ടുള്ള ശക്തമായ മഴയായിരിക്കും. നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നൈയിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രം. നമുക്കൊപ്പം ചേർന്ന് തമിഴ്നാടിന്റെ പല തീരദേശ ജില്ലകളിലും കനത്ത മഴ പെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.